ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈശോയുടെ കൃപയും സമാധാനവും ശാന്തിയൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം വന്നു നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയിലാണ് നമ്മൾ നമ്മുടെ ഭവനം പണിതുയർത്തേണ്ടത്, നമ്മുടെ ജീവിതം പടുത്തുയർത്തേണ്ടത്. ഈശോയിൽ ജീവിതത്തെ പടുത്തുയർത്തിയാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം ഈശോയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല. ജീവിതത്തിൽ കാറ്റും കോളൊക്കെ ഉണ്ടായാലും, മഴ ആഞ്ഞടിച്ചാലും നമ്മുടെ ഭവനം, നമ്മുടെ വ്യക്തി ജീവിതം സ്ട്രോങ് ആയിട്ട് നിലകൊള്ളും. വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം: എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഈശോ പറയുക, ഈശോയുടെ വചനം ശ്രവിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിതതുപോലെ. പാറപ്പുറത്ത് ഭവനം പണിതാൽ പ്രത്യേകത എന്ന് വെച്ചാൽ കാറ്റുണ്ടായാലും കോളുണ്ടായാലും എണ്ണ ഉണ്ടായാലും അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. നിൻ്റെ ജീവിതത്തിൽ കർത്താവിൽ സ്ട്രോങ് ആയിട്ട് നിനക്ക് നിൽക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈശോയുടെ വചനം ശ്രവിക്കണം, അതിന് ജീവൻ കൊടുക്കുവാനും നിനക്ക് സാധിക്കണം. അതിന് നീ വില കൊടുത്തേ പറ്റുള്ളൂ. ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് നോക്കി നീ ഒന്ന് ചിന്തിക്കുക, എനിക്കെങ്ങനെ കർത്താവിൻ്റെ വചനത്തിന് എനിക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ ജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും നിന്നെ കേന്ദ്രമാക്കുവാൻ, നീയാകുന്ന പാറമേൽ ഭവനത്തെ പണിതുയർത്തുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ. നിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനും അതിനെപ്പോഴും ജീവൻ കൊടുക്കുവാനുള്ള പ്രചോദനവും ശക്തിയും ഈ വ്യക്തിക്ക് നൽകണമേ. നിൻ്റെ നാമത്തിൽ ഈ വ്യക്തി, കുടുംബം, ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ പ്രാർത്ഥനകൾക്കും നിൻ്റെ നാമത്തിൽ ഉത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.